ഹലോ പ്രിയമുള്ളവരെ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുകയും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിളിലെ 73 ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്ത് മനുഷ്യരക്ഷയുടെ കഥ ദൈവം എങ്ങനെയാണ് ഒരു സംഭവമായി അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുന്നത്. മാത്രമല്ല, ആ രക്ഷാകര കഥയിൽ വായനക്കാരായ നമ്മൾ എങ്ങനെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഈ വായനയിൽ നാം ശ്രമിക്കുന്നു. റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് BIYindia.com/Malayalam എന്ന ലിങ്കിൽ നിന്ന് അത് ലഭ്യമാണ്. ഞാൻ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് 79ാമത്തെ ദിവസമാണ്. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ സംഖ്യയുടെ പുസ്തകം 34-ാം അധ്യായവും നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായവും സങ്കീർത്തനങ്ങൾ 120. സംഖ്യയിൽ നിന്നും നിയമാവർത്തനത്തിൽ നിന്നും നാം വചനം വായിക്കുകയും 120-ാം സങ്കീർത്തനം പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. മറക്കരുത്, നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെയും വായിക്കുകയാണ്. സംഖ്യ അധ്യായം 34. ദേശത്തിൻ്റെ അതിരുകൾ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേലിയരോട് നീ കൽപ്പിച്ചു പറയുക, നിങ്ങൾ കാനാൻ ദേശത്തേക്കെത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി തരാനിരിക്കുന്ന കാനാൻ ദേശം അതിൻ്റെ അതിർത്തികളനുസരിച്ച് ഇതാണ്. നിങ്ങൾക്ക് തെക്കേ അതിര് ഏദോമിൻ്റെ വശം ചേർന്ന് സിൻ മരുഭൂമി മുതലായിരിക്കും. ഉപ്പുകടലിൻ്റെ അറ്റത്ത് മുന്നോട്ടായിരിക്കും നിങ്ങൾക്കുള്ള തെക്കേ അതിർത്തി. എന്നിട്ട് നിങ്ങൾക്കുള്ള അതിർത്തി തെക്ക് നിന്ന് അക്രാബീം കയറ്റത്തിന് വലം വച്ച് സിന്നിലേക്ക് കടക്കും. അതിൻ്റെ സീമാന്തങ്ങൾ തെക്ക് നിന്ന് കാദേശ് ബർണയായിലേക്കായിരിക്കും. അത് ഹസോർ അദാറിലേക്ക് മുന്നേറി അസ്മോനിലേക്ക് കടക്കും. ആ അതിർത്തി അസ്മോനിൽ നിന്ന് ഈജിപ്ത് അരുവിയിലേക്ക് തിരിയും. അതിൻ്റെ സീമാന്തങ്ങൾ സമുദ്രത്തിലേക്കാണ്. പടിഞ്ഞാറേ അതിർത്തി നിങ്ങൾക്ക് മഹാസമുദ്രം ഒരതിർത്തിയായി ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾക്ക് പടിഞ്ഞാറേ അതിർത്തി. ഇതായിരിക്കും നിങ്ങൾക്കുള്ള വടക്കേ അതിർത്തി. മഹാസമുദ്രം മുതലുള്ള ഹോർ മലനിര നിങ്ങൾക്കായി നിങ്ങൾ അടയാളപ്പെടുത്തണം. ഹോർ മലയിൽ നിന്ന് ലെബോഹമാത്ത് വരെ നിങ്ങൾ അടയാളപ്പെടുത്തണം. അതിർത്തിയുടെ അറ്റങ്ങൾ സേദാദിലേക്കായിരിക്കണം. തുടർന്ന് അതിർത്തി നീളുന്നത് സിഫ്രോനിലേക്കായിരിക്കും. അതിൻ്റെ സീമാന്തങ്ങൾ ഹസാറേനാൻ ആയിരിക്കും. ഇതായിരിക്കും നിങ്ങൾക്കുള്ള വടക്കേ അതിർത്തി. നിങ്ങൾക്കുള്ള കിഴക്കേ അതിർത്തിയായി ഹസാറേനാൻ മുതൽ ഷെഫാമിലേക്ക് നിങ്ങൾ അടയാളപ്പെടുത്തണം. ആയിനിൻ്റെ കിഴക്ക് നിന്ന് ഷേഫാം മുതൽ റിബ്ളായിലേക്ക് അതിർത്തി താഴേക്കിറങ്ങും. അതിർത്തി താഴോട്ടിറങ്ങി കിന്നരത്ത് കടലിൻ്റെ കിഴക്കേ ചരിവിനോട് ചേരും. ആ അതിർത്തി ജോർദാനിലേക്കിറങ്ങും. അതിൻ്റെ സീമാന്തങ്ങൾ ഉപ്പുകടലായിരിക്കും. ചുറ്റുമുള്ള അതിൻ്റെ അതിർത്തികളനുസരിച്ച് നിങ്ങൾക്കുള്ള ദേശം ഇതായിരിക്കും. മോശ ഇസ്രായേല്യരോട് ഇപ്രകാരം കൽപ്പിച്ചു: 9 ഗോത്രങ്ങൾക്കും ഗോത്രപാതിക്കുമായി കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ദേശം ഇതാണ്. അത് നിങ്ങൾ നറുക്കെടുപ്പ് വഴി അവകാശപ്പെടുത്തണം. എന്തെന്നാൽ തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് റൂബന്യഗോത്രവും തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് ഗാദ്യഗോത്രവും അവകാശമെടുത്തല്ലോ. മനാസയുടെ ഗോത്രപാതിയും എടുത്തു കഴിഞ്ഞു. 2 ഗോത്രങ്ങളും ഗോത്രപാതിയും ജെറീക്കോയുടെ ജോർദാനക്കര നിന്ന് ഉദയദിശയിൽ കിഴക്കോട്ടേക്ക് തങ്ങളുടെ അവകാശം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നിങ്ങൾക്കായി ദേശം അവകാശമായി തരുന്ന ആളുകളുടെ പേരുകൾ ഇവയാണ്: പുരോഹിതൻ എലയാസർ, നൂനിൻ്റെ മകൻ ജോഷുവ. ദേശം അവകാശമായി തരാൻ ഗോത്രത്തിന് ഒരു നേതാവിനെ വീതം നിങ്ങൾ തിരഞ്ഞെടുക്കണം. ആളുകളുടെ പേരുകൾ ഇവയാണ്: യൂദാഗോത്രത്തിന് യെഫുന്നയുടെ മകൻ കാലെബ്, ശിമെയോന്യ ഗോത്രത്തിന് അമ്മിഹൂദിൻ്റെ മകൻ ഷെമുവേൽ, ബെഞ്ചമീന്യ ഗോത്രത്തിന് കിസ്ലോന്റെ മകൻ എലിദാദ്, ധാന്യഗോത്രത്തിന് നേതാവ് യോഗ്ലിയുടെ മകൻ ബൂക്കി. ജോസഫിൻ്റെ പുത്രന്മാരിൽ മനാസ്യ ഗോത്രത്തിന് നേതാവ് യഫോദിൻ്റെ മകൻ ഹന്നിയേൽ. എഫ്രായിമ്യ ഗോത്രത്തിന് നേതാവ് ഷിഫ്താൻ്റെ മകൻ കെമുവേൽ. സെബുലൂന്യ ഗോത്രത്തിന് നേതാവ് പർനാക്കിൻ്റെ മകൻ എലിസാഫാൻ. ഇസാക്കറിയ ഗോത്രത്തിന് നേതാവ് അസാന്റെ മകൻ പൽത്തിയേൽ. ആഷേരി ഗോത്രത്തിന് നേതാവ് ഷെലോമിയുടെ മകൻ അഹിഹൂദ്. നഫ്താലി ഗോത്രത്തിന് നേതാവ് അമ്മിഹൂദിൻ്റെ മകൻ പെദാഹേൽ. ഇസ്രായേലിലെ കാനാൻ ദേശത്ത് അവകാശികളാക്കുന്നതിന് കർത്താവ് നിയോഗിച്ചത് ഇവരെയാണ്. നിയമാവർത്തനം അധ്യായം 33. മോശയുടെ ആശീർവാദം. ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിനു മുമ്പ് ഇസ്രായേലിനെ അനുഗ്രഹിച്ചുകൊണ്ട് നൽകിയ ആശീർവാദമാണിത്.
അവൻ പറഞ്ഞു, കർത്താവ് സീനായിൽ നിന്ന് വന്നു. സെയീറിൽ നിന്ന് അവിടുന്ന് അവർക്കായി ഉദിച്ചു. പാരാൻ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് പ്രകാശിച്ചു. വിശുദ്ധഗണത്തിൻ്റെ 10,000ങ്ങളിൽ നിന്ന് അവിടുന്ന് എഴുന്നള്ളി. അവിടുത്തെ വലം കൈയിൽ നിന്ന് അവർക്കായി പ്രമാണാഗ്നിയും. അവിടുന്ന് ജനങ്ങളെ പരിലാളിക്കുന്നവൻ തന്നെ. വിശുദ്ധരെല്ലാവരും അങ്ങേ കരങ്ങളിലാണ്. അങ്ങയുടെ പാദാന്തികത്തിലിരുന്ന് അങ്ങയുടെ അവർ വചസ്സുകൾ സ്വാംശീകരിച്ചു. യാക്കോബിൻ്റെ കൂട്ടർക്ക് പിതൃസ്വത്തായി നമുക്ക് വേണ്ടി മോശ നിയമം പ്രഖ്യാപിച്ചു. ജനത്തിൻ്റെ തലവന്മാർ ഇസ്രായേൽ ഗോത്രങ്ങളുമായി ഒന്നായി ചേർന്നപ്പോൾ യെഷുറൂണിൽ രാജാവുണ്ടായി. റൂബൻ ജീവിക്കട്ടെ, അവൻ മരിക്കാതിരിക്കട്ടെ. അവൻ്റെ മൃതർ സംഖ്യാപരിമിതരാകട്ടെ. ഇതാണ് യൂദായെക്കുറിച്ച് അവൻ പറഞ്ഞത്. കർത്താവേ, യൂദായുടെ സ്വരം ശ്രവിക്കണമേ. അവനെ സ്വജനത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണമേ. അവന് തൻ്റെ കരങ്ങൾ അനേകമായിരിക്കട്ടെ. അവൻ്റെ എതിരാളികളിൽ നിന്ന് അങ്ങ് തുണയായിരിക്കണമേ. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞു, അങ്ങയുടെ തുമ്മീമും ഉറീമും അങ്ങയുടെ ഓരോ ഭക്തനുമുള്ളതാണ്. മാസായിൽ വെച്ച് അവനെയാണ് അങ്ങ് പരീക്ഷിച്ചത്. മെരീബ ജലാശയത്തിങ്കൽ അവനുമായാണ് അങ്ങ് ശണ്ഠ കൂടിയത്. അവരെ ഞാൻ ശ്രദ്ധിക്കുകയില്ലെന്ന് തൻ്റെ പിതാവിനെയും മാതാവിനെയും പറ്റി അവൻ പറഞ്ഞു. സ്വസഹോദരരെ അവൻ പരിഗണിച്ചില്ല, സ്വന്തം മക്കളെ തിരിച്ചറിഞ്ഞതുമില്ല. അങ്ങനെ അവർ അങ്ങയുടെ വാക്ക് പാലിച്ചു, അങ്ങയുടെ ഉടമ്പടി കാത്തു. യാക്കോബിനെ അവർ അങ്ങയുടെ ന്യായപ്രമാണങ്ങൾ പഠിപ്പിക്കും, ഇസ്രായേലിനെ അങ്ങയുടെ നിയമവും. അവർ അങ്ങേ സന്നിധിയിൽ ധൂപമർപ്പിക്കും, അങ്ങേ ബലിപീഠത്തിന്മേൽ സമ്പൂർണ്ണ യാഗവും. കർത്താവെ, അവൻ്റെ സമ്പാദ്യത്തെ അനുഗ്രഹിക്കണമേ. അവൻ്റെ കരവേലയിൽ പ്രസാദിക്കണമേ. അവൻ്റെ പ്രതിയോഗികളുടെ അരക്കെട്ടുകൾ തകർക്കണമേ. എഴുന്നേൽക്കാതിരിക്കും വിധം അവനെ വെറുക്കുന്നവരെയും. ബെഞ്ചമിനെക്കുറിച്ച് അവൻ പറഞ്ഞു, കർത്താവിന് പ്രിയപ്പെട്ടവൻ അവിടുത്തോട് ചേർന്ന് സുരക്ഷിതമായി നിവസിക്കുന്നു. ദിവസം മുഴുവൻ അവിടുന്ന് അവനെ ചൂഴ്ന്നു നിൽക്കുന്നു. അവിടുത്തെ ചുമലുകൾക്കിടയിൽ അവൻ നിവസിക്കും. ജോസഫിനെക്കുറിച്ച് അവൻ പറഞ്ഞു, അവൻ്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ. ആകാശത്തിൻ്റെ സുഭഗതയാലും മഞ്ഞുതുള്ളിയാലും താഴെ പതിഞ്ഞു കിടക്കുന്ന ആഴത്താലും സൂര്യൻ്റെ ഉത്കൃഷ്ടഫലങ്ങളാലും ചാന്ദ്രമാസങ്ങളുടെ വിശിഷ്ട വിഭവങ്ങളാലും പ്രാചീന പർവ്വത ശൃംഗങ്ങളാലും ശാശ്വത ശൈലങ്ങളുടെ വൈശിഷ്ട്യത്താലും ഭൂമിയുടെയും അതുൾക്കൊള്ളുന്നവയുടെയും ഐശ്വര്യത്താൽ ജോസഫിൻ്റെ ശിരസിലും സ്വസഹോദരന്മാരുടെ നേതാവിൻ്റെ മൂർധാവിലും മുൾപ്പടർപ്പിൽ വസിക്കുന്നവൻ്റെ പ്രസാദം വരുമാറാകട്ടെ. അവൻ്റെ കാളയുടെ കടിഞ്ഞൂൽ അവന് ഭൂഷണം, അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ. അതുകൊണ്ട് അവൻ ജനപദങ്ങളെ ഒന്നാകെ ഭൂമിയുടെ അതിർത്തിയിലേക്ക് തള്ളിമാറ്റും. അവരാണ് എഫ്രായിമിൻ്റെ 10,000, മനാസയുടെ 1000 അവർ തന്നെ. സെബുലൂണിനെക്കുറിച്ച് അവൻ പറഞ്ഞു, സെബുലൂൺ, നീ നിന്റെ പുറപ്പാടിൽ സന്തോഷിച്ചാലും, ഇസാക്കർ, നീ നിന്റെ കൂടാരത്തിലും. അവർ ജനങ്ങളെ പർവ്വതത്തിലേക്ക് വിളിക്കും, അവിടെ അവർ നീതിയുടെ ബലികൾ അർപ്പിക്കും. അവർ സമുദ്രങ്ങളുടെ സമൃദ്ധി നുകരും, മണലിലെ നിഗൂഢ നിക്ഷേപങ്ങളും. ഗാദിനെക്കുറിച്ച് അവൻ പറഞ്ഞു, ഗാദിനെ വിസ്തൃതമാക്കുന്നവൻ അനുഗ്രഹീതൻ. അവനൊരു സിംഹത്തെപ്പോലെ വസിക്കും. അവൻ ഭുജം കടിച്ചു കീറും, മൂർധാവ് പോലും. പ്രധാന ഭാഗം അവൻ സ്വയം ആസ്വദിച്ചു. എന്തെന്നാൽ നായകൻ്റെ ഓഹരി അവിടെ നീക്കിവെച്ചിരുന്നു. അവൻ ജനത്തിൻ്റെ തലവന്മാരെ സമ്മേളിപ്പിച്ച് കർത്താവിൻ്റെ നീതി നടപ്പിലാക്കി. ഇസ്രായേലിൽ അവിടുത്തെ ന്യായപ്രമാണങ്ങളും. ദാനിനെക്കുറിച്ച് അവൻ പറഞ്ഞു, ദാൻ സിംഹക്കുട്ടിയാണ്, അവൻ ബാഷാനിൽ നിന്ന് കുതിച്ചു ചാടുന്നു. നഫ്താലിയെക്കുറിച്ച് അവൻ പറഞ്ഞു, നഫ്താലി പ്രസാദത്താൽ സംതൃപ്തൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണൻ. നീ പശ്ചിമ ദക്ഷിണ പ്രവിശ്യകൾ കൈവശമാക്കുക. ആഷേറിനെക്കുറിച്ച് അവൻ പറഞ്ഞു, ആഷേർ പുത്രന്മാർ മൂലം അനുഗ്രഹീതൻ. അവൻ സ്വസഹോദരന്മാരുടെ പ്രിയങ്കരനായിരിക്കട്ടെ. അവൻ തൻ്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. നിന്റെ ഓടാമ്പലുകൾ ഇരുമ്പും പിച്ചളയും. നിന്റെ ആയുസോളം നിന്റെ സുസ്ഥിതിയും. യെഷുറൂണിൻ്റെ ദൈവത്തെപ്പോലെ ആരുമില്ല. അവിടുന്ന് തൻ്റെ ശക്തി കൊണ്ട് ആകാശത്തിലും തൻ്റെ പ്രാഭവം കൊണ്ട് ആകാശവിധാനത്തിലും സവാരി ചെയ്യുന്നു. പുരാതനത്വത്തിൻ്റെ ദൈവം വാസകേന്ദ്രമാണ്. കീഴേ നിന്ന് നിത്യതയുടെ കരങ്ങൾ. അവിടുന്ന് നിന്റെ മുമ്പിൽ നിന്ന് ശത്രുവിനെ തുരത്തും. സംഹരിക്കൂ എന്നവിടുന്ന് പറയും. ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും. യാക്കോബ് ഏകനായി പാർക്കും. ധാന്യത്തിൻ്റെയും പുതുവീഞ്ഞിൻ്റെയും ദേശത്ത് തന്നെ. അതെ, അവിടുത്തെ ആകാശം മഞ്ഞ് പൊഴിക്കും. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ. നിന്റെ സഹായത്തിൻ്റെ പരിചയം, നിന്റെ പ്രാഭവത്തിൻ്റെ വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട ജനമേ, നിന്നെപ്പോലെ ആരാണുള്ളത്? നിന്റെ ശത്രുക്കൾ നിനക്ക് വിധേയരാകും. അവരുടെ പൂജാഗിരികൾക്കുമേൽ നീ ചവിട്ടി നടക്കും. സങ്കീർത്തനങ്ങൾ 120. യുദ്ധവും സമാധാനവും. ആരോഹണഗീതം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. വ്യാജത്തിൻ്റെ അധരത്തിൽ നിന്ന്, വഞ്ചനയുടെ നാവിൽ നിന്ന് കർത്താവെ എന്നെ മോചിപ്പിക്കണമേ. വഞ്ചനയുടെ നാവേ, അവിടുന്ന് നിനക്ക് എന്താണ് തരിക? അവിടുന്ന് നിനക്ക് എന്താണ് കൂട്ടിച്ചേർക്കുക?
യോദ്ധാവിൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും ഒപ്പം മുൾച്ചെടിക്കനലുകളും. എനിക്ക് ദുരിതം, മേശയ്ക്കാണല്ലോ ഞാൻ വാസസ്ഥാനമാക്കിയിരിക്കുന്നത്. കേദാർ കൂടാരങ്ങളോടൊത്താണല്ലോ ഞാൻ പാർക്കുന്നത്. സമാധാനദ്വേഷിയോടൊത്തു വസിക്കുന്നത് എൻ്റെ ആത്മാവിന് മതിയായി. സമാധാനപ്രേമിയായി ഞാൻ സംസാരിക്കുമ്പോൾ അവരോ യുദ്ധത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പ്രിയമുള്ളവരെ, 79-ാമത്തെ ദിവസം വചനവായന അനുഗ്രഹീതമായി മുന്നോട്ട് നീങ്ങുന്നതിന് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു ദിവസം കൂടി കഴിയുമ്പോൾ ഈ മരുഭൂമിയിലെ അലച്ചിലുകൾ എന്ന ഒരു സമയകാലഘട്ടം അവസാനിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ നമ്മുടെ ഈ അനുഗ്രഹീതമായ വചന വായനയുടെ നിയോഗം പൂർത്തീകരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വായിച്ച സംഖ്യ 34, നിയമാവർത്തനം 33, സങ്കീർത്തനങ്ങൾ 120 വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സംഖ്യയിൽ ദേശത്തിൻ്റെ അതിരുകൾ ദൈവം നിശ്ചയിച്ച് നൽകുകയാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്കായി ഒരു ദേശം കർത്താവ് നൽകുമ്പോൾ തന്നെ കൃത്യതയാർന്ന അതിരുകളും ദൈവം നിശ്ചയിച്ച് നൽകുന്നു. ദൈവം ബൗണ്ടറീസും ബോർഡറുകളും സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം. അനുഗ്രഹീതമായ ഒരു ദേശം കൈവശമാക്കാൻ ദൈവം അനുവദിക്കുമ്പോൾ തന്നെ അതിരുകൾ നിശ്ചയിക്കുന്നുണ്ട് എന്ന ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ വാഗ്ദത്ത നാടുകൾക്കും, എല്ലാ ദൈവകൃപകൾക്കും, എല്ലാ ദൈവാനുഗ്രഹത്തിൻ്റെ കൃപാവരങ്ങൾക്കും ദൈവം കൃത്യമായ അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏദൻ തോട്ടം എന്ന സകല സൗഭാഗ്യങ്ങളുടെയും ഭൂമികയിൽ വിലക്കപ്പെട്ട കനി എന്നൊരതിരുണ്ടായിരുന്നു. അതിരുകളെക്കുറിച്ച് അവബോധമുള്ളവരാവുക ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ ആസ്വാദികരമായി സ്വീകരിക്കാൻ നമ്മെ സഹായിക്കും. ബൗണ്ടറികൾ ഫിക്സ് ചെയ്യാതിരുന്നാൽ വലിയ ദോഷവും തിന്മയും ഉണ്ടാവും. എല്ലാവരും അറിയണം എവിടെയാണ് എൻ്റെ അതിര്, എവിടെയാണ് ദൈവം എൻ്റെ അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നത്. ആ അതിര്, ആ അതിർത്തി, ആ ബൗണ്ടറി കടക്കാതിരിക്കാൻ എല്ലാ നല്ല സൗഭാഗ്യങ്ങളുടെ നടുവിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. ചുവര് പൊളിക്കുന്നവന് സർപ്പദംശനമേൽക്കും, ബൗണ്ടറി ഭേദിക്കുന്നവന് പാമ്പുകടിയേൽക്കും. മനോഹരമായൊരു സൂചനയാണ്. അതിർത്തികളെക്കുറിച്ച് നല്ല ധാരണകൾ ആവശ്യമുണ്ട്. ബൗണ്ടറി വാളുകളെക്കുറിച്ച്, മതിലുകളെക്കുറിച്ച് നല്ല ധാരണകൾ നമുക്ക് ആവശ്യമുണ്ട്. നിയമാവർത്തന പുസ്തകം 33 എത്തുമ്പോൾ മോശയുടെ മരണത്തിന് തൊട്ടു മുമ്പ് മോശ എല്ലാ ഗോത്രങ്ങളെയും ആശീർവദിക്കുന്ന മനോഹരമായൊരു ഭാഗമാണ്. നോക്കുക, ആശീർവദിച്ചുകൊണ്ട് മരിക്കുന്ന ഒരാൾ, പരാതിപ്പെട്ട് മരണത്തിലേക്ക് പോകുന്ന ആളല്ല, ശപിച്ചുകൊണ്ട് മരണത്തിലേക്ക് നടന്നു പോകുന്ന ഒരാളല്ല, ആശീർവദിച്ചുകൊണ്ട് മരിക്കാൻ ഒരുങ്ങുന്ന ഒരാൾ. മാത്രമല്ല, ആരെയാണ് അയാൾ ആശീർവദിക്കുന്നത്? കഴിഞ്ഞ 40 വർഷം തനിക്ക് സമാധാനം തരാത്ത, പരാതികളും പരിഭവങ്ങളും പരിദേവനങ്ങളും മാത്രമായി തൻ്റെ ജീവിതത്തെ 24 മണിക്കൂറും 365 ദിവസവും ബുദ്ധിമുട്ടിച്ച, ഭാരപ്പെടുത്തിയ, തൻ്റെ ജീവിതത്തിൻ്റെ നല്ല നേരങ്ങളെ മുഴുവൻ അപഹരിച്ച, ജീവിതത്തിലേക്ക് കയ്പും വേദനയും മാത്രം സമ്മാനിച്ച ഒരു ജനത്തെ ആശീർവദിച്ചുകൊണ്ടൊരാൾ മരണത്തിലേക്ക് നടന്നു പോകുന്നു. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുന്ന ഒരാൾ. മനോഹരമായിരുന്നു മോശയുടെ മരണം. 120-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ട്. ബൈബിളിലെ ആരോഹണ സങ്കീർത്തനങ്ങൾ, സാംസ് ഓഫ് അസെൻഡ്, ആരോഹണ സങ്കീർത്തനങ്ങൾ എന്നൊരു സങ്കീർത്തന ഭാഗമുണ്ട്. അത് 120-ാം സങ്കീർത്തനം മുതൽ 134-ാം സങ്കീർത്തനം വരെയാണ്. ഈ സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട 3 തിരുനാളുകളുമായി, കൂടാര തിരുനാൾ, പെസഹ തിരുനാൾ, പെന്തക്കോസ്ത തിരുനാൾ, ഈ 3 തിരുനാളുകളുമായി ബന്ധപ്പെട്ട സങ്കീർത്തനങ്ങളായിരുന്നു. ജെറുസലേം ഉയർന്ന മലയിലാണ്. ജെറുസലേമിലേക്ക് ആരോഹണം ചെയ്യുന്ന, ആ ഉയർന്ന മലയിലേക്ക് ആരോഹണം ചെയ്യുന്ന തീർത്ഥാടകർ പാടിയിരുന്ന ആരോഹണ ഗീതമാണിത്. ജെറുസലേമിലേക്ക് പോകുമ്പോൾ പാടിയിരുന്ന സങ്കീർത്തനങ്ങൾ. സന്തോഷത്തിൻ്റെ സങ്കീർത്തനങ്ങളുണ്ട്, ഗീതങ്ങളുണ്ട്, അതുപോലെ തന്നെ വിലാപത്തിൻ്റെ സങ്കീർത്തനങ്ങളുമുണ്ട്. 120 മുതൽ 134 വരെ. 120-ാമത്തെ സങ്കീർത്തനം ഒരു വിലാപത്തിൻ്റെ സങ്കീർത്തനമാണ്. ആശീർവദിച്ചുകൊണ്ട് ജീവിക്കാൻ, ആശീർവദിച്ചുകൊണ്ട് മരിക്കാൻ നമ്മളെ അനുവദിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിരുകൾ ഭേദിക്കാതിരിക്കാനും അതിരുകളെക്കുറിച്ച് ബോധ്യമുണ്ടാവാനും ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നല്ല കർത്താവേ, കുടുംബജീവിതമാകുന്ന ഏദൻ തോട്ടത്തിന് അങ്ങ് ഒരതിര് നിശ്ചയിച്ചിട്ടുണ്ട്. സൗഹൃദത്തിന് അങ്ങ് ഒരതിര് നിശ്ചയിച്ചിട്ടുണ്ട്. ബന്ധങ്ങൾക്ക് അങ്ങ് ഒരതിര് നിശ്ചയിച്ചിട്ടുണ്ട്. അധ്വാനത്തിന് അങ്ങ് ഒരതിര് നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്ന, ഈ ഭൂമി തരുന്ന എല്ലാ നേട്ടങ്ങൾക്കും അങ്ങ് ഒരതിര് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും അങ്ങേക്ക് കൃത്യതയുണ്ട്, അളവുകളുണ്ട്, അതിരുകളുണ്ട്. അങ്ങയുടെ സ്നേഹത്തിന് മാത്രമാണ് അതിരില്ലാത്തത്.
അങ്ങയുടെ കരുണയ്ക്ക് മാത്രമാണ് അതിരില്ലാത്തത്. ഈ ഭൂമി വെച്ച് നീട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരതിര് നിശ്ചയിച്ചവനാണ് അവിടുന്ന്. കർത്താവെ, ഞങ്ങളുടെ അതിരുകൾ മറന്നു പോകാതിരിക്കാൻ, ബൗണ്ടറികളെ മറക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. തിന്മ സമ്മാനിക്കുന്നവർക്കും ദുരിതം വെച്ച് നീട്ടുന്നവർക്കും കയ്പ് ജീവിതത്തിലേക്ക് വലിച്ചെറിയുന്നവർക്കുമെല്ലാം ആശീർവാദം നൽകി ജീവിക്കാനും ആശീർവാദം നൽകി തന്നെ മരണത്തിലേക്ക് നടന്നു പോകാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വാക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏത് ദുഃഖത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും ദൈവമായ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം എന്തു തന്നെയാണെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പങ്കുവെക്കുക. മുടക്കമില്ലാതെ വചനവായനയിൽ പങ്കെടുക്കാൻ ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശ്രമിക്കുക. നിങ്ങളെ വീണ്ടും കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഈ സ്വരം എത്തുന്നതുവരെ അറിയണം, ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്നേഹിക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക, ഈശോയെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ പരിശ്രമിക്കുക. നാളെ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ ബൈ.